ലോഹിതദാസ് സംവിധാനം ചെയ്ത 2003-ൽ പുറത്തിറങ്ങിയ കസ്തൂരിമാൻ എന്ന സിനിമയിലെ സാജൻ ജോസഫ് ഹാലുക്ക എന്ന കഥാപാത്രം തൻ്റെ ജീവിതവുമായി അടുത്തു നിൽക്കുന്നതാണെന്ന് ചാക്കോച്ചൻ ഒരിക്കൽ പറയുകയുണ്ടായി. വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിലും സാജൻ ജോസഫ് ഹാലുക്ക കൂട്ടുകാരുടെ കണ്ണിൽ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച കോടീശ്വരനാണ്. മലയാളത്തിലെ പേരുകേട്ട ഉദയ സ്റ്റുഡിയോയുടെ പിന്മുറക്കാരൻ്റെ ജീവിതവും ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ്. കഷ്ടപ്പാടുകൾ കടന്ന ഒരു സാധാരണ ജീവിതമാണ് ചാക്കോച്ചൻ്റെതെങ്കിലും പുറമേ നോക്കുന്നവർ കണ്ടത് അത്യാഡംബരത്തോടെ ജീവിക്കുന്ന ഒരു സിനിമാ കുടുംബത്തെയാണ്. അതുകൊണ്ട് ഉയരങ്ങളിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് താഴേക്ക് പതിച്ച് പടിപടിയായി വീണ്ടും ഉയരങ്ങളിൽ എത്തിയ മലയാള സിനിമയിലെ ജെന്റിൽമാനായ ചാക്കോച്ചനെക്കുറിച്ച് പറയണമെങ്കിൽ ആദ്യം മലയാള സിനിമയുടെ ചരിത്രം അറിയണം. ഉദയ സ്റ്റുഡിയോയും കുഞ്ചാക്കോ മുതലാളിയും. ചാക്കോച്ചൻ്റെ മുത്തച്ഛനായ കുഞ്ചാക്കോ തൻ്റെ പൂട്ടിക്കിടന്ന ആലപ്പുഴയിലെ കയർ ഫാക്ടറിയെയാണ് ഉദയ സ്റ്റുഡിയോയായി രൂപാന്തരം നടത്തിയത് എന്ന് പറയപ്പെടുന്നു. ആദ്യത്തെ സിനിമയുടെ വൻ പരാജയം കാരണം നിലമ്പൂരിലേക്ക് നാടുവിടാൻ തീരുമാനിച്ചു. സിനിമ എന്ന സ്വപ്നവും മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. നിലമ്പൂരിൽ കൃഷി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് തിരിച്ചു വന്ന് കുഞ്ചാക്കോ ചെയ്ത ചിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റായ സിനിമ ജീവിത നൗക. ആദ്യമായി ഒരു മലയാള ചിത്രം ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്തതും ജീവിത നൗക ആയിരുന്നു. ധാരാളം ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യന്മാരെയും ഉദയ സ്റ്റുഡിയോ മലയാളത്തിന് പരിചയപ്പെടുത്തി. ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഉൾപ്പെടെ മികച്ച ചിത്രങ്ങൾ നിർമ്മിച്ച നവോദയ അപ്പച്ചൻ കുഞ്ചാക്കോയുടെ സഹോദരനാണ്. ഉദയയുടെ ഭൂഗോളത്തിൻ്റെ പുറത്ത് കയറിക്കൂവുന്ന കോഴിയുടെ ടൈറ്റിൽ കാണുമ്പോൾ തിയേറ്ററിൽ ആളുകൾ കൈയടിക്കുമായിരുന്നു. ആ ലോഗോ മലയാള സിനിമയുടെ പ്രതീകമായി. എന്നാൽ സിനിമ വിജയങ്ങളുടെ മാത്രം കുത്തക ആയിരുന്നില്ല. വിജയചിത്രങ്ങളേക്കാൾ അധികം പരാജയ ചിത്രങ്ങളായിരുന്നു ഉദയയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരു സിനിമ വിജയിച്ചാൽ അതിൽ നിന്നും കിട്ടുന്ന ലാഭം പരാജയ ചിത്രങ്ങളുടെ നഷ്ടം നികത്താനും പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കാനുമാണ് ഉപയോഗിച്ചിരുന്നത്. സ്ഥിരമായി കയ്യിൽ പണമുണ്ടായിരുന്നില്ല. കുഞ്ചാക്കോയുടെ മകനും ചാക്കോച്ചൻ്റെ അച്ഛനുമായ ബോബൻ കുഞ്ചാക്കോ ഉദയയുടെ അമരത്തെത്തി. ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച് ഫാസിൽ സംവിധാനം ചെയ്ത ധന്യ എന്ന സിനിമയിൽ 5 വയസ്സുകാരനായി ചാക്കോച്ചൻ ആദ്യമായി സിനിമയിലെത്തി. 1985-ൽ ബോബൻ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ആഴി എന്ന ചിത്രം വൻ പരാജയമായി. കുടുംബത്തെ കടക്കെണിയിലേക്ക് എറിഞ്ഞ ഈ ചിത്രത്തിന് ശേഷം ഉദയയുടെ ബാനറിൽ പിന്നെ 30 വർഷത്തേക്ക് ഒരു സിനിമയും വന്നില്ല. കുഞ്ഞു കുഞ്ചാക്കോ സിനിമയെ വെറുത്തു. മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിൻ്റെ പരാജയം മറികടക്കാൻ സംവിധായകൻ ഫാസിൽ അനിയത്തിപ്രാവ് എന്ന സിനിമയെക്കുറിച്ച് ആലോചിക്കുന്ന സമയം. ബേബി ശാലിനി ആദ്യമായി നായികയായി എത്തുന്ന ചിത്രത്തിൽ നായകൻ മാത്രം ശരിയായില്ല. ഫാസിലിൻ്റെ ഭാര്യ റോസിന വെറുതെ പഴയ ആൽബം മറിച്ചു നോക്കുമ്പോൾ കണ്ട സുന്ദരം പയ്യനെ ഫാസിലിന് കാട്ടിക്കൊടുത്തു. ഫോട്ടോ കണ്ട ഫാസിൽ നായകനായി ചാക്കോച്ചനെ ഉറപ്പിച്ചു. ആ സമയം ബികോം ഫൈനൽ ഇയറിലായിരുന്ന ചാക്കോച്ചന് സിനിമ ഒട്ടും താല്പര്യമില്ലായിരുന്നു. സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനു വേണ്ടി സ്ക്രീൻ ടെസ്റ്റിന് പോയെങ്കിലും സെലക്ട് ആകുമെന്ന് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എന്നാൽ നായകനായി ചാക്കോച്ചൻ കാസ്റ്റ് ചെയ്യപ്പെട്ടു. സിനിമ തൻ്റെ മേഖലയായി കാണാതിരുന്ന അദ്ദേഹം കോളേജിൽ പോകുന്ന ലാഘവത്തോടെയാണ് അദ്ദേഹം സെറ്റിലേക്ക് പോയത്. 1997-ൽ അനിയത്തിപ്രാവ് റിലീസ് ചെയ്തു. ആദ്യ ദിനങ്ങളിൽ സിനിമ കാണാൻ 40% ആളുകളെ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സംശയങ്ങൾക്ക് ഇട നൽകാതെ 1 കോടി ബഡ്ജറ്റിൽ പൂർത്തിയാക്കിയ ചിത്രം കോടികൾ നേടി. സ്വർഗചിത്രയുടെ കഴിഞ്ഞ സിനിമകളുടെ നഷ്ടവും നികത്തി വമ്പൻ ഹിറ്റായി മാറി. തുടർന്ന് പുറത്തിറങ്ങിയ നക്ഷത്രത്താരാട്ടവും നിറവും പോലുള്ള സിനിമകളും വിജയങ്ങളായി. കുഞ്ചാക്കോ ബോബൻ ശാലിനി ജോഡി മലയാള സിനിമയിലെ പ്രിയപ്പെട്ട താര ജോഡിയായി. യുവാക്കളുടെ ഹരമായി മാറിയ ചാക്കോച്ചന് ചോക്ലേറ്റ് ഹീറോ എന്ന് വിളിപ്പേര് വീണു. 2004-ൽ പുറത്തിറങ്ങിയ ഈ സ്നേഹതീരത്ത് എന്ന സിനിമയിലെ അഭിനയത്തിന് കേരള സ്റ്റേറ്റിൻ്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടി.
2005-ൽ നീണ്ട പ്രണയത്തിനൊടുവിൽ ചാക്കോച്ചൻ പ്രിയയെ തൻ്റെ ജീവിതസഖിയാക്കി. ഒരു കാലത്ത് അച്ഛനെയും മുത്തച്ഛനെയും നേരിട്ട പ്രതിസന്ധി ചാക്കോച്ചനെയും നേരിട്ടു. തുടരെ തുടരെ നേരിട്ട പരാജയങ്ങൾ കാരണം സിനിമയിൽ നിന്ന് ഒരു ഇടവേള എടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. വരുമാനത്തിനായി റിയൽ എസ്റ്റേറ്റ് തിരഞ്ഞെടുത്തു. സിനിമ പോലെ തന്നെ എപ്പോഴും ലാഭം കിട്ടുന്ന ബിസിനസ്സായിരുന്നില്ല റിയൽ എസ്റ്റേറ്റ്. ലാഭം മാത്രം പങ്കിട്ട് നഷ്ടം പങ്കിടാൻ തയ്യാറാകാതിരുന്ന പാർട്ട്ണർമാർക്ക് അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്തു. തന്നെ ദ്രോഹിച്ചിരുന്നവരെ പോലും തിരിച്ചു സഹായിക്കാൻ ശ്രമിച്ച ചാക്കോച്ചനെ റിയൽ എസ്റ്റേറ്റിൽ നിന്ന് അധികമൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ്റെ മരണവിവരം പത്രത്തിൽ കൊടുക്കാനുള്ള പണം പോലും ഇല്ലാതെ മലയാള സിനിമയുടെ തറവാടായ ഉദയ സ്റ്റുഡിയോയുടെ മുതലാളി വിഷമിച്ചു. മലയാള സിനിമയിലെ ഒരാളോട് പണം കടം ചോദിച്ചപ്പോൾ ചെറിയ തുക ആയിരുന്നിട്ട് പോലും ഇല്ലെന്ന് കള്ളം പറഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞ് ചാക്കോച്ചൻ സിനിമയിൽ സജീവമായ സമയത്ത് ഇതേ ആൾ ഒരു വലിയ തുക തിരിച്ചു കടം ചോദിച്ചപ്പോൾ കൊടുത്തു സഹായിച്ചത് മറ്റൊരു കഥ. ഇടവേള എടുത്ത സമയത്ത് തമിഴ് സിനിമകളിൽ അഭിനയിക്കാൻ ഓഫറുകൾ വന്നെങ്കിലും സ്വകാര്യ ജീവിതം നയിക്കാൻ അത് നിരസിച്ചു. സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്താണ് ജനങ്ങൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ചാക്കോച്ചന് മനസ്സിലായത്. ഒരു തിരിച്ചുവരവിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഭാര്യ പ്രിയ ആയിരുന്നു. 2008-ൽ ഷാഫിയുടെ ലോലിപോപ്പിലൂടെ ചാക്കോച്ചൻ തിരിച്ചു വന്നു. എൽസമ്മ എന്ന ആൺകുട്ടിയിലെ പാലുണ്ണി എന്ന കഥാപാത്രം വഴിത്തിരിവായി. മലയാള സിനിമയുടെ തന്നെ വഴിത്തിരിവായ ട്രാഫിക് എന്ന ചിത്രത്തിലെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടു. നായകനായും വില്ലനായും എത്തി തൻ്റെ രണ്ടാം വരവ് ചാക്കോച്ചൻ ഇടവേളകളില്ലാത്തതാക്കി. 2016-ലാണ് ഉദയയുടെ ബാനറിൽ കൊച്ചൗവ പൗലോ അയ്യപ്പ കൗലോ എന്ന ചിത്രം ചാക്കോച്ചൻ നിർമ്മിക്കുന്നത്. തുടർച്ചയായ നഷ്ടങ്ങൾ കണ്ട് ഉദയ എന്ന ബാനർ ഇനി വേണ്ടെന്ന് അച്ഛനോട് ദേഷ്യപ്പെട്ട ഒരു മകൻ്റെ ക്ഷമാപണം കൂടിയായിരുന്നു അത്. 2019-ൽ നീണ്ട 14 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ചാക്കോച്ചനും പ്രിയയ്ക്കും ഒരാൺകുട്ടി ജനിച്ചു. ചോക്ലേറ്റ് നായകനിൽ നിന്ന് നല്ല നടനായും റൊമാൻറ്റിക് സിനിമകളിൽ നിന്ന് ക്രൈം ത്രില്ലറുകളിലേക്കും സിനിമ ഇഷ്ടമില്ലാതിരുന്ന കുട്ടിയിൽ നിന്ന് സിനിമ മാത്രം സ്വപ്നം കാണുന്ന മനുഷ്യനിലേക്കും ചാക്കോച്ചൻ വളർന്നു. മികച്ച രീതിയിൽ നൃത്തം ചെയ്യുന്ന മലയാള സിനിമയിലെ ചുരുക്കം ചില നായക നടന്മാരിൽ ഒരാൾ. തൻ്റെ പ്രതിസന്ധികളിലും വേദനകളിലും ചാക്കോച്ചൻ്റെ ആയുധം ക്ഷമ ആയിരുന്നു. 8 കൊല്ലത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹം. വിവാഹത്തിന് ശേഷം കുഞ്ഞിനായി 14 വർഷത്തെ കാത്തിരിപ്പ്. ചോക്ലേറ്റ് ഹീറോ എന്ന ഇമേജ് തകർക്കാൻ വേണ്ടി വന്നത് 20ഓളം വർഷങ്ങൾ. സോളോ ബ്ലോക്ക് ബസ്റ്റർ നേടാൻ അതിലും കൂടുതൽ വർഷങ്ങൾ. നല്ല മനുഷ്യർക്കും ഉയർച്ചയില്ലെന്ന് പറയുന്നവർക്ക് അത് തെറ്റാണെന്ന് കാട്ടിക്കൊടുക്കാൻ മലയാള സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ എന്ന മനുഷ്യൻ ഇന്ന് വിരാജിക്കുകയാണ്.